പഠിച്ചു അല്ലേ. ഇന്ന് ഒരു ധാതുവാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബൈ ഹാർട്ടാകും. ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൃ ധാതുവാണ്. കൃ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ഡു, ചെയ്യുക, ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് കൃ ധാതു. ആ കൃ ധാതുവിൻ്റെ 5 ലകാരങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കൃ ധാതു ലട്ട്. ലട്ട് എന്തിനെ കാണിക്കുന്നു? വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. അപ്പോൾ ലട്ടിൽ വരുമ്പം പ്രഥമപുരുഷൻ കരോതി, കുരുതഃ, കുർവന്തി. മധ്യമപുരുഷൻ കരോഷി, കുരുതഃ, കുരുധ. ഉത്തമപുരുഷൻ കരോമി, കുർവഃ, കുർമഃ. ഇപ്പോൾ കരോതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നോക്കിക്കോളൊരു ഉദാഹരണം. സഹ യഥാശക്തി കാര്യം കരോതി. സഹ അവൻ യഥാശക്തി എന്നാൽ ശക്തിക്കനുസരിച്ച്, ശക്തിയും അനതിക്രമ്യ എന്നൊക്കെ പറയും, ശക്തിക്കനുസരിച്ച് കാര്യം